ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലെ റോഡിലാണ്. ഈ റോഡൊക്കെ തന്നെ ഇന്ന് പെയ്ത മഴയിൽ വലിയ രീതിയിൽ കുളമായി മാറിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഓടകളൊന്നും തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ഓടകളൊക്കെ തന്നെ അടഞ്ഞു പോയിരിക്കുന്നു ഒരൊറ്റ മഴയോടുകൂടി. അതുകൊണ്ട് തന്നെ ഈ വാഹന ഗതാഗതം അടക്കം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. വാഹനങ്ങൾക്ക് പോകാനുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നിലവിൽ നേരിടുന്നുണ്ട്. തലസ്ഥാനത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് കുഴിച്ചിട്ടിട്ടുള്ള 12 റോഡുകളുണ്ട്. അതിൽ 2 റോഡുകൾ മാത്രമാണ് നവീകരണം പൂർത്തിയാക്കി ജനങ്ങൾക്കായി തുറന്നത്. ബാക്കി റോഡുകളിലൊക്കെ തന്നെ ഇതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ വലിയ ബുദ്ധിമുട്ടുകളിലൊക്കെ അവർ നേരിടുന്നുണ്ട്. ചെറിയ മഴ പെയ്ത 2 ദിവസത്തിലൊരു മഴ പെയ്താൽ തലസ്ഥാനത്ത് ഉള്ള അവസ്ഥയാണ് വെള്ളക്കെട്ട്. ഈ വെള്ളക്കെട്ടെന്ന് പറഞ്ഞ് ഡ്രെയിനേജിലെ വെള്ളമാണ്. ഇനി പറയും മഞ്ഞപ്പിത്തം ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായെന്ന് പറയും. നടന്നു പോകുന്നവരൊക്കെ തന്നെ കുഴിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, വാഹനങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഇവിടെ വാഹന ഗതാഗതം വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. നഗരത്തിലെ അഴുക്കും ഒക്കെ അടിഞ്ഞിട്ടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ ഇതിൽ നടക്കുന്നതും വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും അധികാരികൾ ഇതൊക്കെ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് നിലവിൽ കരുതുന്നത്. കാരണം ഈ ഓടകളുടെയൊക്കെ ശോചനീയാവസ്ഥ കൊണ്ട് തന്നെയാണ് നഗരത്തിൽ ഇത്രത്തോളം വലിയ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി കുഴിച്ചിട്ടിട്ടുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ റോഡിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് വരാം. ഇതാണ് നിലവിൽ സ്മാർട്ട് റോഡിൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലവിൽ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരുപാട് രോഗികളടക്കം പോകുന്ന റോഡ് തന്നെയാണിത്. ഇന്ന് പെയ്ത മഴയിൽ ഏറെക്കുറെ ഈ റോഡുകളൊക്കെ തന്നെ വെള്ളക്കെട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഒപ്പം വലിയ ചെളിക്കുണ്ടുകളോടെയാണ് വാഹനം അടക്കം പോകാനുള്ള വലിയ ബുദ്ധിമുട്ട് നിലവിൽ നേരിടുന്നുണ്ട്. ഒപ്പം 2 വശത്തും തന്നെ കുഴിച്ചിട്ടതിലൊക്കെ തന്നെ കമ്പി അടക്കമുള്ളവയുണ്ട്. ആളുകൾ വീണ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാവും, ദുരിതത്തിലാവും. കുഴിക്കകത്ത് വീണ് കഴിഞ്ഞാൽ അത് ചാവും, ചത്തു കഴിഞ്ഞാൽ സർക്കാരിന് എന്താണ് കണ്ണടച്ചിരിക്കും, അത്രേ ഉള്ളൂ. ആശുപത്രിയിലേക്ക് പോകുന്നവർക്കൊക്കെ തന്നെ വലിയ ദയനീയ അവസ്ഥയാണ്. കാരണം റോഡിന്റെ പണി നടക്കുന്ന പ്രദേശത്തൊക്കെ തന്നെ ഇതേപോലെ തന്നെ ചെളിക്കുണ്ടാണ്. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗതവും വലിയ ബുദ്ധിമുട്ടാണ്. കംപ്ലീറ്റ് കുണ്ടും കുഴി. ഇത് തന്നെ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാം. ഒരു എമർജൻസി കേസ് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ഒരു ആംബുലൻസിന് വരാനായിട്ട് പറ്റില്ല. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ ഈ റോഡിന്റെ വശത്തിലുള്ള കുഴികളിലൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. മഴ ശക്തിപ്പെടുകയാണ്. ഇനിയിപ്പോൾ 2 ആഴ്ച കൂടി മാത്രമാണ് സ്കൂളുകൾ തുറക്കാനുള്ളത്. ഈ പ്രദേശത്തൊക്കെ തന്നെ സ്കൂളുകൾ അടക്കമുള്ളതാണ്. അപ്പോൾ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. ഈ പണി മുൻപോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇനിയും നേരിടേണ്ടി വരും. ക്യാമറമാൻ അരുണിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.